പോയി കിടന്നോ. ഞാനിന്ന് ഇവിടെ കിടക്കാം ചന്ദ്രമ്മയുടെ കൂടെ. വേണ്ട, ഇവിടെ എല്ലാവർക്കും കൂടെ കിടക്കാനുള്ള സൗകര്യമില്ല. അമ്മ താഴെ കിടന്നാ പിന്നെ നാളെ അമ്മയ്ക്ക് എഴുന്നേക്കാനാവില്ലെന്നറിയാലോ. ചിന്നു, എനിക്ക് വിശപ്പില്ല. പിന്നെ എന്തിനാ മോളെ? മനസ്സ് വേദനിച്ചിരിക്കുമ്പോ വിശപ്പുണ്ടാവില്ലെന്ന് അറിയാം. എന്നാലും കഴിച്ചേ പറ്റൂ. അത്താഴം കഴിക്കാതെ കിടക്കാൻ പാടില്ലെന്നാ. എന്നാ പിന്നെ അമ്മ പൊക്കോ. പൊക്കോ സീതേ. എനിക്കൊന്നുമില്ല. ചന്ദ്രമ്മ ആഹാരം കഴിക്കാം. എനിക്ക് വേണ്ട മോളെ. പറ്റില്ല, കഴിച്ചേ പറ്റൂ. പിടിച്ചേ. ചിന്നു, നീ ഒരു പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ എന്റെ മോളായിരുന്നിരിക്കും. അതെന്താ, കഴിഞ്ഞ ജന്മത്തില് ഞാൻ ചന്ദ്രമ്മയുടെ അമ്മയായ പറ്റൂലേ? ചുമ്മാ അല്ല, മഹി എപ്പോഴും വഴക്കടിക്കാൻ വരുന്ന ഇതല്ലേ നാക്ക്. ചന്ദ്രമ്മേ, കഴിഞ്ഞ ജന്മവും ഇല്ല, ഇനി വരാൻ ഒരു ജന്മവും ഇല്ല. ഈ ഒരു ജന്മേ ഉള്ളൂ എല്ലാവർക്കും. അല്ല ചന്ദ്രമ്മേ, ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയോ? ചോദിക്ക്. യഥാർത്ഥത്തില് ചന്ദ്രമ്മ ഈ വീട്ടിൽ ആരാ? ഏതായാലും ചന്ദ്രമ്മ ഈ വീട്ടിലെ ജോലിക്കാരിയല്ല. ഇവിടുത്തെ മുത്തശ്ശിക്ക് പോലും ചന്ദ്രമ്മയോട് ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനവുമാ. പറ ചന്ദ്രമ്മേ, ചന്ദ്രമ്മ ഈ വീട്ടിൽ ആരാ? ഇവിടുത്തെ രമാ മേഡത്തിന് ചന്ദ്രമ്മയോട് എന്താ ഇത്ര ദേഷ്യം? മോളെ, ആഹാരമൊക്കെ മതി. ഇനി മോള് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ചന്ദ്രമ്മേ, ഞാൻ ചോദിച്ചത് ചന്ദ്രമ്മയെ സങ്കടപ്പെടുത്തിയെങ്കിൽ മാപ്പാക്കണം. ഏയ്, ഒന്നുമില്ല. ചന്ദ്രമ്മ ഇവിടുത്തെ സെർവന്റാ. നല്ല ഉറക്കം വരുന്നു. നമുക്ക് നാളെ സംസാരിക്കാം.